ഹലോ ഗായ്സ്, ഇതാ നമ്മൾ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ, നമ്മൾ വേറെ എങ്ങോട്ടുമല്ല, നമ്മൾ ടൗണിലേക്ക് പോവാണ്. വിഷുവൊക്കെ അല്ലേ, അപ്പോൾ വിഷുവിന് കുറച്ച് പർച്ചേസിങ്, ഡ്രസ്സ് എടുക്കൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നമുക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടി വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വാങ്ങിക്കാണ്ട് കുറച്ച് സാധനങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുമിച്ച് പോയി വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ നേരെ നമ്മൾ ടൗണിലേക്ക് പോവാണ്. അപ്പോൾ അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. നമ്മളവിടെ നിന്ന് ടൗണിലേക്ക് പോയ വെറും മിനിറ്റുകൾ മതിയല്ലോ. അങ്ങനെ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മളങ്ങനെ പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം ചെരുപ്പ് കടയിൽ കയറി അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ അമ്മയ്ക്ക് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, തീരെ കളക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നേരെ പുത്തമ്പള്ളിയിൽ വിളിക്കാൻ അങ്ങനെ കയറി പോവുകയാണ്. അവിടെ വെച്ചാൽ കുറേ കടകൾ കണ്ട് എൻ്റെ മോള് നോക്കണം കേട്ടോ. നമ്മളത് ഇനി ഏത് കടയിലേക്ക് പോകുന്നുള്ള ചിന്ത അങ്ങനെ നിന്നു. അപ്പോൾ അവിടെ ഒരു ഫോർച്യൂൺ എന്നുണ്ട്, ആ ഒരു കടയെന്ന് തോന്നുന്നു. അവിടെ കയറിയപ്പോൾ കളക്ഷൻസൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര വില കേട്ടോ. എന്താ പറയുക, ബ്രാൻഡഡ് ആണെന്നാണ് അവർ പറയണത്. പക്ഷേ നമുക്കറിയില്ല എത്ര നാൾ ക്വാളിറ്റി കിട്ടും, നാശമാവില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഭയങ്കര വില. നമ്മൾക്ക് ചെരുപ്പ് അത്ര വിലയുടെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ചെരുപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടതല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ അടുത്ത കടയിലേക്ക് കയറി. അങ്ങനെ 2-3 കടയിൽ കയറി. ലാസ്റ്റ് പുത്തമ്പള്ളിയുടെ അടുത്ത് ധന്യ എന്ന് പറഞ്ഞ കടയുണ്ട് കേട്ടോ. അവിടെ ഞാനെപ്പോഴും വാങ്ങിക്കാറുണ്ട്, എനിക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട്, നല്ലൊരു കളക്ഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പം അത്ര കളക്ഷനൊന്നുമില്ല. എന്നാലും അവിടെ നിന്ന് അമ്മയ്ക്കൊരു ചെരുപ്പ് എന്താ പറയുക വാങ്ങിച്ചു. അമ്മയ്ക്കുള്ളൊരു ചെരുപ്പ് അമ്മ വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് ചെരുപ്പുകളൊക്കെ വാങ്ങിച്ച് അമ്മ കുറേ നേരം നോക്കി. അതിനുശേഷം നമ്മൾ പിന്നെ തുണികൾ എടുക്കാൻ പോയി. അപ്പോൾ ഒരു കടയ്ക്ക് കയറി. അതായത് അമ്മയ്ക്ക് കുറച്ച് പാൻറ്റുകൾ, ഷാളുകൾ, പിന്നെ ഒരു ബ്ലൗസ് പീസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇത്തിരി ലൈനിങ്ങൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിക്കാമെന്ന് വെച്ചാൽ നമ്മൾ നേരെ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി ഫാൻസിയിൽ കയറി. ഫാൻസി എന്ന് ഞാൻ പറയാം, അവിടെ കയറി. അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ചു. അവിടെ വെച്ചാൽ പൂര തിരക്ക്, അവിടെ ചെറിയൊരു കടയാണ്, നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഇതാക്കാനും പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ക്രാവിനെയൊക്കെ വെച്ച് നമ്മൾ പോയി വാങ്ങിച്ചു. അവിടെ പിള്ളേർ ചേച്ചിമാർ ഉണ്ണീനെ കണ്ട് അപ്പം കളിപ്പിച്ചുകൊണ്ട് കൂട്ടാം. അപ്പം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചിറങ്ങി. പിന്നെ ക്രാവിന് എന്തായാലും ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ കയറിയിട്ട് ഉണ്ണിക്ക് നമ്മൾ എന്താ പറയുക, വിഷുവിന് ഡ്രസ്സ് എടുക്കണമല്ലോ. അപ്പോൾ അമ്മാമ്മയുടെ വക ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ കയറി. അങ്ങനെ അവൾക്ക് 2 ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച് വരികയ്ക്ക് വീണ്ടും നമ്മളൊരു ചെരുപ്പ് കടയിൽ കയറി. അപ്പോൾ ആ ചെരുപ്പ് കടയിൽ കയറിയത് വേറെ ഒന്നുമില്ല, അമ്മയ്ക്ക് ഒരു ജോഡി കൂടി വേണം പെട്ടെന്ന് ഇട്ട് പോകാൻ അങ്ങനത്തെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ജോഡി ചെരുപ്പ് കൂടെ വാങ്ങിക്കാൻ വേണ്ടി കയറി. അപ്പം ഞാൻ പിന്നെ എനിക്കൊരു ജോഡി വാങ്ങിക്കാമെന്ന് വെച്ചു. എനിക്കിതേപോലെ ഡെയിലി യൂസ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ ഒരു ബ്ലൂ ആൻഡ് ബ്രൗൺ വരുന്നൊരു കളർ കോമ്പോയിൽ വാങ്ങിച്ചു. അമ്മ ഈ ബ്ലാക്ക് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ ബ്ലാക്ക് അതിൽ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ